നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് പോസിറ്റീവും ഫണ്ണായിട്ടുള്ള സാധനത്തിനെ കുറിച്ച് സംസാരിക്കാം. അതും നല്ലൊരു ആലോചനയാണ്. എനിക്ക് പൊതുവെ എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. അതൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. എന്റെ ഇന്റർവ്യൂല് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം ഇത്രയല്ലേ കാണത്തുള്ളൂ. ശരിയാ, ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഏത് ഇന്റർവ്യൂയുടെ കമന്റ് എടുത്ത് നോക്കിയാലും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, മെസ്സേജ് ചെയ്യും. മസ്താനിയുടെ കാലൊന്ന് കാണിക്കാവോ? ഫുൾ ഫ്രെയിമിൽ എടുക്കട്ടെ. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അല്ലെങ്കിൽ കൊലുസ് ഇട്ടിട്ടൊരു കൊലുസ് കാണിക്കണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അപ്പൊ ഞാൻ ആ ചേട്ടൻ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ നെയിൽ പോളിഷ്, വെള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. കഷ്ടപ്പെട്ടത് വെറുതെ. പക്ഷെ എന്താ സീൻ വെച്ച് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കൊലുസാണെങ്കിൽ ദയവ് ചെയ്ത് വെറൈറ്റി മീഡിയയുടെ ചാനലിൽ നിങ്ങൾക്ക് കൊലുസോ ഡ്രസ്സോ ഗോൾഡോ ഫോണോ എന്ത് വേണമെങ്കിലും എത്തിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. സന്തോഷായല്ലോ. സന്തോഷായി, നല്ല സന്തോഷായി. നിങ്ങക്ക് കാലാണുമ്പോ എന്താ സംഭവം എനിക്കത് മനസ്സിലായില്ല. ഷാജി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പ്ലീസ് കമന്റ് ചെയ്യണോ, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കോ. ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കുമ്പോണ്ടല്ല എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.